ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നുകൊണ്ട് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാണ്, ഇന്ന് ഞാൻ ആരാധിക്കുന്നത് നിങ്ങളുടെയൊക്കെ ദൈവമായ സൂര്യനെയാണെന്ന്. ഇത് കേട്ടപ്പോൾ സൂര്യനെ ആരാധിക്കുന്ന പ്രവാചകന്റെ നാട്ടുകാരായ ആളുകൾ അവരൊക്കെ ഏറെ സന്തോഷിക്കുന്നുണ്ട്. കാരണം ഏകദൈവ വിശ്വാസവുമായി കടന്നു വന്ന് ഞങ്ങളുടെയൊക്കെ പൂർവികർ കൊണ്ടുവന്ന മതത്തെ അടിച്ചാക്ഷേപിക്കുന്ന പ്രവാചകനായ ഇബ്രാഹിമാണ് ഇന്ന് ഞങ്ങളുടെ മതത്തിൽ ചേർന്നിരിക്കുന്നത് എന്ന ആത്മസംതൃപ്തിയാണ് അവരുടെയൊക്കെ മുഖത്തുള്ളത്. അങ്ങനെ ആ ദിവസം ഇങ്ങനെ അസ്തമിക്കാൻ ഇരിക്കുമ്പോഴാണ് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പറയുന്നത്, അസ്തമിക്കുന്ന സൂര്യനെ ഒന്നും ഒരിക്കലും ആരാധിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് സൂര്യനെ ആരാധിക്കുന്നത് നിർത്തുകയാണ്. ഇന്ന് ഞാൻ ആരാധിക്കുന്നത് ചന്ദ്രനെയാണ്. ഇത് കേട്ടപ്പോൾ ചന്ദ്രനെ ആരാധിക്കുന്ന മനുഷ്യന്മാരുണ്ട്, അവരൊക്കെ ഏറെ സന്തോഷിച്ചു പോകുന്നുണ്ട്. കാരണം സൂര്യവിശ്വാസമൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്ന് ഇബ്രാഹിം നമ്മുടെ ചന്ദ്രനെ ആരാധിക്കുന്ന മതത്തിലേക്കാണല്ലോ കടന്നു വന്നത് എന്ന ആത്മസംതൃപ്തിയാണ് അവരുടെ മുഖത്ത് പ്രകടമാകുന്നത്. അങ്ങനെ അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഏറെ സന്തോഷത്തോടെ സൽക്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നേരെ ഇരുട്ടി വെളുത്തപ്പോൾ ചന്ദ്രനൊക്കെ അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് വീണ്ടും പ്രഖ്യാപിക്കുന്നുണ്ട്, ഇങ്ങനെ അസ്തമിക്കുന്ന ചന്ദ്രനെ വിശ്വസിക്കാനൊന്നും ഒരിക്കലും എന്നെ കിട്ടില്ല. ദൈവമാകുമ്പോൾ അസ്തമിക്കാൻ ഒരിക്കലും പാടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഏകദൈവമായ അള്ളാഹുവിനെ തന്നെയാണ് വിശ്വസിക്കുന്നതെന്ന്. അത് കേട്ടപ്പോൾ ആളുകൾക്കൊക്കെ ഏറെ ദേഷ്യം വരുന്നുണ്ട്. ഈ വാർത്ത അന്ന് കൊട്ടാരത്തിലെ രാജാവായ നമ്രൂദിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. നമ്രൂദ് മുമ്പ് ഫിറഔൻ കാണിച്ചതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സ്വപ്നത്തിൽ ഒരു അത്ഭുത ബാലൻ തൻ്റെ നാട്ടിൽ ജനിക്കുമെന്ന വാർത്ത അറിഞ്ഞതോടുകൂടെ എല്ലാ ചെറിയ കുട്ടികളെയും കൊന്നുകളയാനൊക്കെ ഉത്തരവിട്ട രാജാവായിരുന്നു ഈ നമ്രൂദ് എന്ന് പറയുന്നത്. ആ നമ്രൂദിൻ്റെ അടുത്തേക്കാണ് ഈ ചന്ദ്രദൈവത്തെയും സൂര്യദൈവത്തെയും ഒക്കെ അധിക്ഷേപിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പരാമർശം എത്തിച്ചേരുന്നത്. ആ സമയത്ത് നമ്രൂദ് ഉറക്കെ ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നുണ്ട്, ഇബ്രാഹിമിനെ ഞാൻ ഇന്ന് പരാജയപ്പെടുത്തുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം യാതൊരു കൂസലുമില്ലാതെ നമ്രൂദിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന ഉടനായിട്ട് നമ്രൂദ് ചോദിക്കുന്നുണ്ട്, അല്ല, നിന്റെ ദൈവത്തിന് എന്തിനാണ് കഴിവുള്ളതെന്ന്. ആ സമയത്ത് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, എൻ്റെ ദൈവമായ അള്ളാഹു ആളുകളെ ജനിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന്. ഇത് കേട്ടപ്പോൾ നമ്രൂദ് ഒന്ന് ആർത്ത് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതിന് നിന്റെ ദൈവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ആളുകളെ ജനിപ്പിക്കാനും മരിപ്പിക്കാനൊക്കെ എനിക്കും കഴിയുന്നു. സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് ആളുകളെ ജനിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുക? ആ സമയത്ത് നമ്രൂദ് തൻ്റെ പരിചാരകരോട് പറയുന്നുണ്ട്, ആ തടവറയിൽ പോയിട്ട് രണ്ടാളുകളെ വിളിച്ചു കൊണ്ടുവരാൻ. തൻ്റെ പരിചാരകർ പോയി തടവറയിൽ ഇരിക്കുന്ന രണ്ട് മനുഷ്യന്മാരെ അദ്ദേഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. സമയത്ത് തൻ്റെ അരയിലിരിക്കുന്ന വാൾ ഊരിയെടുത്തിട്ട് അതിലുള്ള ഒരാളെ വെട്ടി കൊലപ്പെടുത്തുന്നു. മറ്റേ ആളോട് അദ്ദേഹം പറഞ്ഞു, നീ തിരിച്ചു പോകാൻ. ഇത് കണ്ട ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ആ സമയത്ത് നമ്രൂദ് തൻ്റെ ഈ സാഹചര്യത്തെ വിശദീകരിക്കുകയാണ്, ഇപ്പോൾ ഞാൻ ചെയ്തത് രണ്ടാളുകളിൽ നിന്ന് ഒരാളെ മരണപ്പെടുത്തുകയും ഒരാളെ പുനർജന്മത്തിനിക്ക് വിധേയമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ട ആളുകൾക്ക് തന്നെ ചിലർക്കൊക്കെ ഒരു പുച്ഛ മനോഭാവമാണ് നമ്രൂദിനോട് തോന്നുന്നത്. ഇത് കണ്ട പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീണ്ടും നമ്രൂദിനോട് പറയുന്നുണ്ട്, എൻ്റെ ഇലാഹായ അള്ളാഹു തആല കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിക്കുകയും പടിഞ്ഞാറ് അസ്തമിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന്. നിനക്ക് കഴിയുമെങ്കിൽ നീ പടിഞ്ഞാറ് നിന്നൊന്ന് സൂര്യനെ ഉദിപ്പിച്ചിട്ട് കിഴക്കൊന്ന് അസ്തമിച്ച് കാണിക്കുന്നു. ഇത് കേട്ട നമ്രൂദിന് ഒരിക്കലും അത് താങ്ങാവുന്നതിലപ്പുറമുള്ള ആക്ഷേപമായിരുന്നു. അദ്ദേഹം തൻ്റെ പരാജയം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഒടുങ്ങാത്ത ദേഷ്യമാണ് ആ സമയത്ത് ഉണ്ടായി വരുന്നത്. അങ്ങനെ തൻ്റെ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറയുന്നുണ്ട്, അള്ളാഹുവേ, നീ ആളുകളെ പുനർജനിപ്പിക്കുന്നത് എൻ്റെ ആളുകൾക്ക്, എൻ്റെ ജനങ്ങൾക്ക് നീ ഒന്ന് കാണിച്ചു കൊടുക്കണം. അള്ളാഹു തആല പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറയുന്നുണ്ട്, നീ 4 പക്ഷികളെ പിടിച്ചു കൊണ്ടുവരിക. അത് 4നെയും അറുത്ത് കഷ്ണങ്ങളാക്കി മിക്സാക്കിയിട്ട് 4 പർവ്വതങ്ങളിൽ, വ്യത്യസ്തമായ 4 പർവ്വതങ്ങളിൽ അവയെ കൊണ്ടുപോയി വെക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം 4 പക്ഷികളെ അറുത്ത് 4 പർവ്വതങ്ങളിലായി കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് അള്ളാഹു തആല പറയുന്നുണ്ട് 4 പക്ഷികളെയും ഒരുമിച്ച് വിളിക്കാൻ. അങ്ങനെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം 4 പക്ഷികളെയും വിളിച്ചപ്പോൾ
4 പർവ്വതങ്ങളിൽ നിന്ന് 4 പക്ഷികളായിട്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് പറന്നു വരുന്നതാണ് തൻ്റെ കൂടെയുള്ള ആളുകൾ മുഴുവനും കാണുന്നത്. ഒരുപാട് ആളുകൾക്ക് ഈ സംഭവത്തിന് ശേഷം മനംമാറ്റം വരികയും പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിലെ ഏറ്റവും വലിയ ഒരു ഉത്സവത്തിൻ്റെ ദിവസം എത്തിച്ചേരുന്നത്. ആളുകൾ മുഴുവനും പങ്കെടുക്കുന്ന വലിയ ഉത്സവത്തിൻ്റെ വേദിയിലേക്ക് അവർ പരിപാടിക്ക് പോകുന്ന സമയത്ത് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ചെറുപ്പം മുതലേ ഈ വിഗ്രഹാരാധനയോട് മനം മടുത്ത് തിരിഞ്ഞു നിന്നിരുന്ന പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് ഓരോ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെ ആളുകളെല്ലാവരും പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മനസ്സിലാക്കുന്നത് തൻ്റെ ജനതയെ യഥാർത്ഥ വിശ്വാസത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരവസരമാണ് ഇന്ന് തൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ പ്രവാചകൻ നേരെ കടന്നു ചെല്ലുന്നത് അവരുടെ ആരാധനാലയത്തിലേക്കായിരുന്നു. വിഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആരാധനാലയത്തിൽ കയറിയിട്ട് പ്രവാചകൻ ഓരോന്നോരോന്നായിട്ട് തകർത്ത് കളയുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനെയും തകർത്ത് കളഞ്ഞ് തൻ്റെ കയ്യിലുള്ള കോടാലി അവിടെ ഉണ്ടായിരുന്ന വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ട് പ്രവാചകൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ഉത്സവമൊക്കെ കഴിഞ്ഞ് വീണ്ടും ആരാധനാലയത്തിലേക്ക് കടന്നു വന്ന തൻ്റെ ജനത മുഴുവനും കാണുന്നത് തകർന്നു കിടക്കുന്ന ദൈവങ്ങളെയായിരുന്നു. ആകെ ബാക്കിയുള്ളത് അവരുടെ വലിയ ദൈവമായ ഒറ്റ ഒന്ന് മാത്രമാണ്. ഇത് കണ്ടപ്പോഴേ ആളുകൾക്ക് എല്ലാവർക്കും ബോധ്യമായി ഇത് പ്രവാചകൻ ഇബ്രാഹിം തന്നെ ചെയ്തതായിരിക്കുമെന്ന്. കാരണം നമ്മുടെ ആരാധനാലയങ്ങളിലെ ഈ വിഗ്രഹങ്ങളെ ഇത്രമേൽ വെറുക്കുന്ന ഒരു മനുഷ്യൻ ഇബ്രാഹിം മാത്രമായിരിക്കും. വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ട വാർത്ത കാട്ടുതീ പോലെ നാട്ടിലാകെ പരന്നു കിടക്കുകയാണ്. ആ സമയത്ത് അവരുടെ നാട്ടിൽ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരുന്നു മനുഷ്യനെ കരിച്ചു കളയുക എന്ന്. ഈ ശിക്ഷ ഇബ്രാഹീമിൻ്റെ മേൽ നടപ്പിലാക്കാൻ രാജാവായ നമ്രൂദ് ഉത്തരവിടുകയാണ്. ആളുകളെല്ലാവരും തങ്ങളുടെ ദൈവത്തെ തകർക്കപ്പെട്ട ശത്രുവിനെ തകർക്കുക എന്നത് ഒരു ആരാധന പോലെ കാണുകയും അവരുടെ അടുത്തുള്ള സമ്പത്ത് മുഴുവനും വിറകുകെട്ടുകൾ മുഴുവനും ആ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ട് രാജാവ് നമ്രൂദിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. അങ്ങനെ തീക്കുണ്ടാരം ഒരുങ്ങിയത് യുദ്ധകാല വേഗത്തിലായിരുന്നു. പെട്ടെന്ന് തീ കത്തിക്കുകയും ചെയ്തു. എത്രത്തോളം എന്നാൽ ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ പോലും തീകുണ്ടാരത്തിലേക്ക് കരിഞ്ഞു വീഴുമാർ ചൂടിലാണ് അത് കത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തീകുണ്ടാരം ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവരെല്ലാവരും ചിന്തിക്കുന്നത് പ്രവാചകൻ ഇബ്രാഹീമിനെ എങ്ങനെയാണ് തീകുണ്ടാരത്തിലേക്ക് കൊണ്ടുപോയിടുകയാണ്. അതിൻ്റെ അടുത്തേക്ക് പോകുക പോലും സാധ്യമല്ലാത്ത വിധം അസഹ്യമായ ചൂടാണ് തീകുണ്ടാരത്തിൽ നിന്ന് അനുഭവപ്പെടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൃദ്ധൻ്റെ വേഷത്തിൽ ശൈത്താൻ വന്നുകൊണ്ട് നമ്രൂദിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് ഒരു തെറ്റാലി ഉണ്ടാക്കിയിട്ട് അതിൽ കെട്ടി ആ തീയിലേക്ക് ഇബ്രാഹീമിനെ വലിച്ചെറിഞ്ഞാൽ മതിയെന്ന്. വലിയ സന്തോഷകരമായ ഉപദേശമായിട്ട് അവർ ഈ ഒരു ഇബ്ലീസിൻ്റെ ഉപദേശത്തെ സ്വീകരിക്കുകയും ഇബ്രാഹീമിനെ തീയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ചരിത്രം മറ്റൊരു ദിശയിലേക്കായിരുന്നു സഞ്ചരിച്ചത്. അള്ളാഹു തആല ആ തീയിനോട് തണുപ്പായിട്ട് അനുഭവപ്പെടാൻ കൽപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന പോലെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീക്കുണ്ടാരം അനുഭവപ്പെട്ടത് ഒരു ഇളം തണുപ്പായിട്ടായിരുന്നു. അങ്ങനെ തീയെല്ലാം കത്തിക്കഴിഞ്ഞപ്പോൾ തൻ്റെ ശരീരത്തിൽ പുരണ്ട വെണ്ണീർ തട്ടിയിട്ടാണ് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീക്കുണ്ടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. ഇതുകൂടെ കാണുമ്പോൾ ഈ നമ്രൂദിൻ്റെ അനുയായികളായിരുന്ന പലരും യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. കാലചക്രം ഒരുപാട് കറങ്ങി പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ ഭാര്യയായ സാറയെയും കൂട്ടിയിട്ട് നാട് വിടാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ നാട് വിട്ട് മറ്റൊരു രാജ്യത്തെത്തിയപ്പോൾ അവിടെ ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുകയും അവിടെയുള്ള രാജാവ് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഹാജറ എന്നൊരു പെണ്ണിനെ അടിമയായിട്ട് സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ ആദ്യ ഭാര്യയിൽ മക്കളില്ലാതെ വിഷമിച്ചിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ആദ്യത്തെ ഭാര്യയായ സാറ ബീവി പ്രവാചകനോട് പറയുന്നുണ്ട് നിങ്ങൾ ഹാജറയെ വിവാഹം കഴിക്കണം. അങ്ങനെ നമുക്കൊരു മക്കളുണ്ടാകുമല്ലോ എന്ന അഭിലാഷം സാറ തൻ്റെ ഭർത്താവിനെ അറിയിച്ചപ്പോൾ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹാജറ ബീവിയെ വിവാഹം കഴിക്കുകയാണ്. ഏറെ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും പുതിയ ഭാര്യയായ ഹാജറക്കും ചെറിയൊരു ആൺകുട്ടിയെ അള്ളാഹു തആല കൊടുക്കുകയാണ്. അതിനവർ ഇസ്മായിൽ എന്ന പേരും നൽകി. അങ്ങനെ അവസാനം അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു നാട് വിട്ട് മക്ക എന്ന പ്രദേശത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പ്രവാചകൻ തൻ്റെ ഭാര്യയെയും മകനെയും കൂട്ടിയിട്ട് മക്ക എന്ന നാട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. മരുഭൂമിയുടെ വിജനതയിലൂടെ സഞ്ചരിച്ച് ഏകാന്തമായൊരു സ്ഥലത്തെത്തിയപ്പോൾ
അള്ളാഹു താല പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് തിരിച്ചു വരാനും ഭാര്യയോടും മക്കളോടും അവിടെ നിൽക്കുവാനും കൽപ്പിക്കുന്നുണ്ട്. ഈ വാർത്ത തൻ്റെ ഭാര്യയെ അറിയിച്ചപ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പന തന്നെ അല്ലേ എന്ന്. അതെ എന്ന മറുപടി കേട്ടപ്പോൾ പിന്നെ സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് ആ ഒരു മരുഭൂമിയുടെ വിജനതയിൽ തൻ്റെ മകനെയും കൂട്ടിയിട്ട് ആ ഉമ്മ അവിടെ നിൽക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ ദാഹിച്ചുകൊണ്ട് മകൻ ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി കരയുന്നുണ്ട്. ആ സമയത്ത് തൻ്റെ ചെറിയ കുട്ടിയുടെ തൊണ്ട നനക്കാൻ വേണ്ടിയിട്ട് ഉമ്മ വെള്ളം തേടിയിട്ട് സഫാ മർവ പർവ്വതത്തിനിടയിലൂടെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഒരുപാട് 7 തവണ ഓടിയിട്ട് തിരിച്ച് വെള്ളം കിട്ടാതെ നിരാശയായി വന്നപ്പോഴാണ് അവർ കാണുന്നത് കുട്ടി കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് നല്ല തെളിഞ്ഞ നീരുറവ പൊട്ടി ഒഴുകുന്നത്. അവർ മതിവരുവോളം കുടിക്കുകയും അവസാനം വെള്ളം നിൽക്കാതെ വന്നപ്പോൾ ആ ഉമ്മ സംസം എന്ന് വെള്ളത്തോട് നിൽക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. അങ്ങനെ അതിൽ പോകുന്ന കച്ചവട സംഘം ആ പ്രദേശത്ത് പക്ഷികളുടെ സാന്നിധ്യം കണ്ടപ്പോൾ അവിടെ വെള്ളമുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെള്ളം അന്വേഷിച്ച് അതിൽ വരികയും അവിടെ വെള്ളവും ഒരു ഉമ്മയെയും മോനെയും കണ്ടപ്പോൾ വെള്ളം എടുക്കട്ടെ എന്ന് സമ്മതം ചോദിക്കുകയും അവർക്ക് ആവോളം വെള്ളം എടുക്കാൻ ആ ഉമ്മ സമ്മതം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ സ്ഥലം ഒരുപാട് യാത്രക്കാർ തമ്പടിക്കുന്ന, സ്ഥിരതാമസക്കാരായിട്ട് പോലും ആളുകൾ വരുന്ന ഒരു പ്രദേശമായിട്ട്, ജനനിബിഡമായ പ്രദേശമായിട്ട് അത് മാറുകയാണ്. ഒരുപാട് കാലത്തിന് ശേഷം പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിച്ചു വന്നപ്പോൾ കാണുന്നത് ഈ ഒരു സുന്ദരമായ കാഴ്ചയായിരുന്നു. ആ സമയമായപ്പോഴേക്കും പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കടുത്ത പരീക്ഷണം വന്നു ചേരുകയാണ്. തൻ്റെ ആ ലാളിത്യം തുളുമ്പുന്ന ആൺകുട്ടിയെ അറുത്ത് കളയാനായിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനം. അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കാനുള്ള തീരുമാനം വന്നപ്പോൾ പ്രവാചകൻ ഒട്ടും ശങ്കിച്ചൊന്നുമില്ല. തൻ്റെ ചെറിയ കുട്ടിയെ മാറ്റിയൊരുക്കി കയ്യും പിടിച്ചിട്ട് അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. ഉമ്മയോട്, ഉമ്മ ഞാൻ ഉപ്പയുടെ കൂടെ പോയി വരാമെന്ന് യാത്ര പറഞ്ഞിറങ്ങുന്ന ചെറിയ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കഴിയുമായിരുന്നില്ല. അത്രയും ലാളനയോടെ വളർത്തിയ ആ ചെറിയ കുട്ടിയെ എങ്ങനെയാണ് ആ കുട്ടിയില്ലാതെ ഇനി ഉമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വരിക എന്ന ചിന്ത പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. ചെറിയ കുട്ടിയെയും കൊണ്ട് വിജനമായ സ്ഥലത്തേക്ക് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടന്നു ചെല്ലുന്നുണ്ട്. ഈ വാർത്ത ചെറിയ കുട്ടിയെ അറിയിച്ചപ്പോൾ മകനായ ഇസ്മായിൽ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനയല്ലേ ഉപ്പ, എന്നാൽ നിങ്ങളത് നടപ്പിലാക്കിക്കൊള്ളുക എന്ന്. ഞാനതിൽ പൂർണ്ണ സംതൃപ്തനാണെന്ന്. അങ്ങനെ അറിവിൻ്റെ സമയമായപ്പോൾ അള്ളാഹു താല ഒരാടിനെ ഇറക്കി കൊടുക്കുകയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കരുത് എന്ന് കൽപ്പന നൽകുകയും ചെയ്യുന്നുണ്ട്. ഏറെ സന്തോഷത്തോടെ അള്ളാഹു താല ഇറക്കിക്കൊടുത്ത ആടിനെ ബലിയറുത്തുകൊണ്ട് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും തിരിച്ചു പോരുന്ന ഒരു രംഗമുണ്ട്. ആ ഒരു കർമ്മത്തിൻ്റെ സ്മരണയായിട്ടാണ് ഇന്നും വിശ്വാസികൾ അറുത്തുപോരുന്ന ഉൾഹിയത്ത് എന്ന പുണ്യകർമ്മം നിലനിൽക്കുന്നത്.